ടാ, ഞാൻ വീണ്ടും വന്നേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിക്കുന്ന വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കണമെന്നുള്ളത് എൻ്റെ എന്നത്തെയും ഒരു ആഗ്രഹമാണ് കേട്ടോ. അങ്ങനത്തെ ഉരുളക്കിഴങ്ങൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഹെൽത്തി ആയിട്ട് ചീരയും പരിപ്പും കൂടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചൂരക്കറിയുണ്ട്. അപ്പോൾ ചൂര ഞാൻ നിറയെ എടുക്കുന്നുണ്ട്. എനിക്ക് ചൂരയുടെ ആ കറുത്ത ഭാഗം കേട്ടോ ഇഷ്ടം. കൂടുതൽ പേർക്കും ആ കറുത്ത ഭാഗം ഇഷ്ടമല്ലാത്തവരാട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മെഴുക്ക് പുരട്ടി ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഓണസ്റ്റ്ലി പറയാം, ഈ മെഴുക്ക് പുരട്ടിക്ക് നമ്മുടെ പൊന്നിയരി ചോറും തൈരും ഈ മെഴുക്ക് പുരട്ടിയും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്നും പൊന്നിയരിയാണേ, പക്ഷേ ഇന്നമ്മ കഷ്ടകാലത്തിന് മറ്റേ അരിയായിട്ടോ വെച്ചത്. അതിൻ്റെ കൂടെ കൊള്ളൂല എന്നല്ല, പക്ഷേ പൊന്നിയരി ചോറും തൈരും ഈ മെഴുക്ക് പുരട്ടിയും കൂടെ കഴിച്ചാൽ സ്വർഗ്ഗമായിരിക്കും. ഇച്ചിരി നാരങ്ങാച്ചാറും. ഇവിടെ ഞാൻ പരിപ്പും മീൻകറിയും മെഴുക്കുരുട്ടി എല്ലാം കൂടെ കുഴച്ചടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചച്ചോറും ഈ മെഴുക്കുരുട്ടി മാത്രം കഴിക്കാനും അടിപൊളിയാണേ. അപ്പോൾ വേറെ കറിയൊന്നുമില്ല, നിങ്ങൾക്കൊരു മൂഡില്ല, ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാനുള്ള മൂഡ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ചോറും ഈ മെഴുക്കുരുട്ടിയും കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് തപ്പുവാണെങ്കിൽ കുറച്ച് തൈരുണ്ടെങ്കിൽ അതോടെ എടുത്ത് ഇച്ചിരി ഉപ്പൂടിട്ട് കുഴച്ചടിച്ചാലുണ്ടല്ലോ നമ്മൾ ഒരു എന്താ പറയണ്ടേ, ഒരു സ്വർഗത്തിൻ്റെ പടിവാതിലെത്തിയ ഫീലാണേ.